ഇടുക്കി കാഞ്ചിയാർ കോവിൽ മലയിൽ കാട്ടാൻ ആക്രമണം. 5ഓളം ആദിവാസി കർഷകരുടെ കൃഷി നശിപ്പിച്ചു. വനാതിർത്തിയിൽ നിന്നും ഏറെ അകലെയുള്ള കൃഷിയിടത്തിലാണ് ആനയിറങ്ങിയത്. വനാതിർത്തിയിലെ ഫെൻസിംഗ് പ്രവർത്തനരഹിതമാണെന്ന് ആദിവാസികൾ ആരോപിക്കുന്നു. ഇന്നലെ രാത്രിയാണ് കാട്ടാനകൾ കാഞ്ചിയാർ കോവിൽമലയിലെ ആദിവാസികളുടെ കൃഷിയിടത്തിൽ തമ്പടിച്ചത്. ഏലം, വാഴ, തെങ്ങ്, പന എന്നിവ വ്യാപകമായി നശിപ്പിച്ചു. ഒറ്റപ്ലാക്കൽ മുരളി, ഒറ്റക്കല്ലിൽ ജോയി, തേക്കനാൽ സരസമ്മ, പൂതക്കുഴിയിൽ ജോബി എന്നിവരുടെ കൃഷിയിടത്തിലാണ് കാട്ടാനകൾ നാശം വിതച്ചത്. 2 കാട്ടാനകളാണ് കാടിറങ്ങിയെത്തിയത്. ഇവിടെ വനത്തിനോട് തീരെ ചേർന്നുള്ള സ്ഥലമല്ല. ഇവിടെ നിന്ന് 3-4 പറമ്പുകൾക്ക് താഴെയാണ് വനപ്രദേശം. അവിടുന്ന് ആന ഈ മേഖലയിലേക്ക് ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. ഈ പ്രദേശത്ത് ഈ പറമ്പ് മാത്രമല്ല, ഈ ചുറ്റുവട്ടത്തിലുള്ള മേഖലയിലുള്ള എല്ലാ പറമ്പുകളിലും കയറി അടിച്ച് തകർത്ത് നാമാവിശേഷമാക്കിയതിനു ശേഷമാണ് ആന പോയിരിക്കുന്നത്. ജനവാസ മേഖലയിലെത്തിയ ആന നേരം പുലർന്നിട്ടും കൃഷിയിടത്തിൽ നിലയുറപ്പിക്കുകയായിരുന്നു. രാവിലെ ഇടുക്കി ഡാമിൽ കെട്ടിയ വലയഴിക്കുവാനെത്തിയവരാണ് കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തിയത്. ആന ആദ്യമായാണ് ഈ ഭാഗത്ത് കൃഷിയിടത്തിൽ ഇറങ്ങുന്നതെന്ന് ആദിവാസി കുടുംബങ്ങൾ പറയുന്നു. നമുക്ക് നേരത്തെ ഒരു ധാരണയില്ല, ഒന്നായിട്ട് ഇങ്ങനെ ആന വരുമെന്നുള്ള ഒരു ധാരണ നമുക്കില്ല. പക്ഷെ ഇനി ഇത് വന്നിടത്തോളം കാലം ഞങ്ങൾക്കൊക്കെ ഇവിടെ ജീവിക്കാൻ ഞങ്ങൾക്ക് പേടിയുണ്ട്. ഇപ്പോൾ ഇത് ആദ്യമായിട്ട് ഇവിടെ കയറി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഉൾഭയമുണ്ട് ഇവിടെ താമസിക്കാനായിട്ട്. അതുകൊണ്ട് അതിനുള്ള തീരുമാനങ്ങൾ എന്നാണെന്നുള്ളത് ഞങ്ങൾക്ക് ചെയ്തു തരണം. കാട്ടിൽ നിന്നും അകലെയുള്ള കൃഷിയിടത്തിലാണ് കാട്ടാനകൾ എത്തിയത്. നിരവധി വീടുകളുള്ള പ്രദേശത്ത് വെളിച്ച സംവിധാനങ്ങളുമില്ല. വനാതിർത്തിയിൽ സോളാർ വേലിയുണ്ടെങ്കിലും ഇതൊന്നും പ്രവർത്തിക്കാത്തതാണ് ആനകൾ കൃഷിയിടത്തിലെത്തുവാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അടിയന്തരമായി കാട്ടാനകളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യം. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.